ലൗകിക കാര്യങ്ങളിലെന്ന പോലെ പാരിത്രിക വിഷയങ്ങളിലും ഷീത്ത് നബി സഹോദരങ്ങൾക്ക് ഉപദേശം നൽകി തുടങ്ങി. തന്നിമിത്തം സഹോദരന്മാർ വീണ്ടും അദ്ദേഹത്തിനു കീഴടങ്ങി. അവർ അദ്ദേഹത്തിന് മുമ്പ് കൊടുത്തു വന്നിരുന്നായ വിഹിതം വീണ്ടും കൊടുത്തു തുടങ്ങി. അങ്ങനെ കിട്ടുന്ന പിരിവിൽ നിന്നും ഷീത്ത് നബി അലൈഹിസ്സലാം സുപുത്രാദികളുടെ ചിലവുകൾ നിർവഹിച്ചു പോരുകയും ചെയ്തു. കാലാന്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രന് ആനൂഷ് എന്ന് പേരിട്ടു. യൗവനയുക്തനായതോടുകൂടി ഷീത്ത് നബി അലൈഹിസ്സലാം കാലാഗതി പ്രാപിച്ചു. ആനൂഷ് സ്വപിതാവിൻ്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മതോപദേശവും മറ്റും നൽകി. അദ്ദേഹം മരിച്ചതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ കൽതബാൻ പ്രതിനിധിയായി. അനേകായിരം ആളുകൾക്ക് കൽതബാനും മാർഗദർശനം നൽകി. അദ്ദേഹം മരിച്ചപ്പോൾ പുത്രനായ മഹ്ലായിൽ തൽസ്ഥാനം സ്വീകരിച്ചു. മഹ്ലായിൽ അതിസുന്ദരനായിരുന്നു. നാനാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അദ്ദേഹത്തിനെ സന്ദർശിക്കാനായി വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. ആ സന്ദർശകന്മാർ അദ്ദേഹത്തിന് നാനാവിധ കാണിക്കകൾ സമർപ്പിച്ചിരുന്നതിനാൽ അദ്ദേഹം ധനത്തിലും പദവിയിലും അദ്വിതീയനായി തീർന്നു. അദ്ദേഹത്തിനു മക്കളും ധാരാളമുണ്ടായിരുന്നു. അദ്ദേഹം പൂർവികന്മാരുടെ മാർഗമനുസരിച്ചു ജനങ്ങൾക്ക് സദുപദേശങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ മക്കളിൽ വെച്ച് അതിസമർത്ഥനായിരുന്ന ബർദ് പ്രാതിനിധ്യം വഹിച്ചു.